കാലങ്ങളായി മതന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ വിജയം നേടിയ ഇടതു വലതു മുന്നണികളുടെ ശ്രമം ഇനി കേരളത്തിൽ വിലപ്പോകില്ലെന്ന് BDJS സംസ്ഥാന അധ്യക്ഷനും കോട്ടയത്തെ NDA സ്ഥാനാർത്ഥിയുമായ തുഷാർ വെള്ളാപ്പള്ളി പറയുന്നു. മതന്യൂനപക്ഷങ്ങൾക്കെതിരെ നരേന്ദ്രമോദി സർക്കാർ എന്ത് നടപടിയാണ് എടുത്തിട്ടുള്ളതെന്നും തുഷാർ ചോദിക്കുന്നു. NDAയുടെ MP മാരിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിം വിഭാഗങ്ങളേറെയുള്ള പ്രദേശങ്ങളിൽ നിന്നാണ്. ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് സ്വാധീനമുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളും ഗോവയും ഭരിക്കുന്നത് BJP സഖ്യമാണ്. ഇവിടെയുള്ളവരെല്ലാം മോദിയെ പിന്തുണയ്ക്കുമ്പോൾ വോട്ട് കിട്ടാൻ വേണ്ടി മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ അനാവശ്യ ഭീതി സൃഷ്ടിക്കുകയാണ് കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ ചെയ്യുന്നതെന്ന് തുഷാർ തുറന്നടിക്കുന്നു. ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് തുഷാർ ഇടതു വലതു മുന്നണികളുടെ പൊയ്മുഖം വലിച്ചു കീറി തോട്ടിലെറിഞ്ഞത്. കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടെന്ന നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണോ എന്ന ചോദ്യത്തിന് ലവ് ജിഹാദ് എന്നത് യാഥാർത്ഥ്യമല്ലേ എന്നായിരുന്നു തുഷാറിന്റെ തിരിച്ചുള്ള ചോദ്യം. സമുദായ സംഘടനാ നേതാവ് എന്ന നിലയിൽ തനിക്ക് നേരിട്ടറിയാവുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. എത്രയോ കുടുംബങ്ങളുടെ കണ്ണീർ കണ്ടിട്ടുണ്ട്. ഇതിന് പിന്നിൽ ചെറിയൊരു ശതമാനം തീവ്രവാദ ശക്തികളാണ്. ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തിന് അവരുടെ നിലപാടുകളോട് യോജിപ്പില്ല. എന്നാൽ ഇടതു വലതു മുന്നണികൾ ഈ തീവ്രവാദ ശക്തികളെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി ഉപയോഗിക്കുകയാണ്. തീവ്രവാദ ശക്തികളെ കുറിച്ച് പറഞ്ഞാൽ മുസ്ലിങ്ങളെ ഒന്നടങ്കം അടച്ചു പറഞ്ഞു എന്നാണ് ഇവർ തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുന്നത്. മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ CAA മുഖ്യ വിഷയമാക്കുന്നത് എന്നും തുഷാർ പറഞ്ഞു. ലോകത്തിന് മുന്നിൽ തലയെടുപ്പോടെ രാജ്യം നിൽക്കുന്നത് മോദിയുടെ ഭരണത്തിലാണ്. പൗരത്വ ഭേദഗതി നിയമം രാജ്യത്തിന് ആവശ്യമാണ്. CAA നടപ്പാക്കുമ്പോൾ ഒരു മുസ്ലിമിന്റെ പോലും പൗരത്വം നഷ്ടമാകില്ലെന്ന് ഈ മുഖ്യമന്ത്രിക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ വോട്ടിന് വേണ്ടി അനാവശ്യ ഭീതി ഉണ്ടാക്കി നേട്ടം കൊയ്യാനുള്ള ശ്രമമാണ് നടത്തുന്നത്. മുത്തലാഖ് നിരോധിച്ചപ്പോൾ അതിന്റെ പ്രയോജനം ലഭിച്ചത് ഇവിടത്തെ പാവപ്പെട്ട മുസ്ലിം സഹോദരിമാർക്കായിരുന്നു. എന്നാൽ CPM എന്ത് നിലപാടാണ് എടുത്തത് എന്നറിയാമല്ലോ. CAA നടപ്പാക്കില്ലെന്ന് ഒരു മുഖ്യമന്ത്രി പറയുന്നത് പരിഹാസ്യമല്ലേ എന്നും തുഷാർ ചോദിച്ചു. ഇതേപോലെയാണ് CPM ജനങ്ങളെ പറ്റിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ പറ്റി ഗുണകരമായി ഒരു കാര്യവും പറയാനില്ല. അതുകൊണ്ട് തന്നെയാണ് CAA പറ്റി മാത്രം മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കേണ്ടതായിരുന്നില്ലേ എന്ന ചോദ്യത്തിന് മണിപ്പൂരിലേത് ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള കലാപമാണെന്ന് തുഷാർ പറഞ്ഞു. ഇക്കാര്യം ക്രൈസ്തവ ബിഷപ്പുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏകപക്ഷീയമായി ക്രിസ്ത്യൻ വിഭാഗങ്ങളെ കൊന്നൊടുക്കി എന്നതാണ് ഏറ്റവും വലിയ നുണപ്രചാരണം. പ്രധാനമന്ത്രി നേരിട്ട് അവിടെ പോയിരുന്നുവെങ്കിൽ ലോകം മുഴുവൻ ഇക്കാര്യം അറിയുകയും ചർച്ച ചെയ്യുകയും ചെയ്തേനെ. ഇത് രാജ്യത്തേക്കുള്ള വിദേശ നിക്ഷേപങ്ങളെ സാരമായി ബാധിക്കുമായിരുന്നു. ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ തലയെടുപ്പാണ് ഇതിലൂടെ നഷ്ടമാകുന്നത്. അതിനാലാണ് പ്രധാനമന്ത്രി പകരം അതേ പ്രാധാന്യമുള്ള ആഭ്യന്തരമന്ത്രി അമിത്ഷാ മണിപ്പൂരിലെത്തിയത്. ഇക്കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നും തുഷാർ പറഞ്ഞു. സുൽത്താൻ ബത്തേരിയുടെ പേരുമാറ്റം സംബന്ധിച്ച വിവാദത്തെക്കുറിച്ചും തുഷാർ തന്റെ നിലപാട് വ്യക്തമാക്കി. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്ന് അദ്ദേഹം ചോദിച്ചു. സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നായിരുന്നു എന്ന് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അനാവശ്യ വിവാദങ്ങൾ കൊണ്ടുവരുന്നതും മാധ്യമങ്ങളാണ്. NDA ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് എന്ന് പൊതുധാരണ സൃഷ്ടിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ മോദി സർക്കാർ എന്ത് ന്യൂനപക്ഷ വിരുദ്ധ സമീപനമാണ് ഇവിടെ കൈക്കൊണ്ടിട്ടുള്ളത് എന്ന് തുഷാർ ചോദിക്കുന്നു. എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോയൊരു സർക്കാരാണിത്. രാജ്യത്തിന്റെ സുരക്ഷ മുൻനിർത്തിയുള്ള ശക്തമായ നിലപാടുകൾ എടുക്കുക മാത്രമാണ് സർക്കാർ ചെയ്തിട്ടുള്ളത്. അതിൽ തീവ്രവാദ ശക്തികൾക്ക് വേദനയുണ്ടായി കാണും. കേരളത്തിൽ എത്ര സീറ്റിൽ NDA ജയിക്കുമെന്ന ചോദ്യത്തിന് താൻ മത്സരിക്കുന്ന കോട്ടയം ഉൾപ്പെടെ 6 സീറ്റുകളിൽ ഉറപ്പായും ജയിക്കുമെന്നായിരുന്നു തുഷാറിന്റെ ഉത്തരം. സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും NDA ശക്തമായ മത്സരമാണ് കാഴ്ചവെക്കുന്നത്. കേന്ദ്രത്തിൽ വീണ്ടും നരേന്ദ്രമോദി അധികാരത്തിൽ വരുമെന്ന് കേരളത്തിലെ ജനങ്ങൾക്കും ബോധ്യപ്പെട്ടിരിക്കുകയാണെന്ന് തുഷാർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കലാകൗമുദി.